നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അഭിയാണെങ്കിൽ വീട്ടിൽ നിന്ന് പോയിട്ടാണെങ്കിൽ നമ്മളെ ജലജയെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തായി, അവിടെ എന്തായാലും മരണ വീടായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ജലജ പറയുന്നുണ്ട്, മോനെ ഇവിടെ ആണെങ്കിൽ നെഞ്ചത്തടി നിലവിളിയൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നവ്യാണെങ്കിൽ ചെന്നിട്ട് നയനെടുത്താന്ന് തോന്നുന്നു പറയുന്നുണ്ട്. നവ്യാണെങ്കിൽ പറയുന്നുണ്ട്, എൻ്റെ അഭി ജയിലിലാവുന്നതിന് മുമ്പ് ആദർശമായിരുന്നു ജയിലിലാവാനുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിന് നയനെടുത്താണ് പറയുന്നതെന്ന് അറിയാൻ വയ്യ. പിന്നാണെങ്കിൽ കാണിക്കുന്നത് നമ്മൾ ദേവ്യാനിയാണെങ്കിലും നയനയാണെങ്കിലും വെളിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ആദർശാണെങ്കിലും ഒരു വണ്ടിയിൽ വന്നൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആദർശിനെ കാണുന്ന നമ്മളെ ദേവ്യാനി നയനയാണെങ്കിലും ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കിപ്പോൾ സന്തോഷമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കാണിക്കാൻ നമ്മൾ ആദർശം നയന റൂമിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഇവർ മൂന്നുപേരും അറിഞ്ഞിട്ടില്ല, നമ്മൾ ആദർശം വന്നതൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ പിന്നെ നമ്മളെ ജലജയാണെങ്കിൽ നേരെ നമ്മളെ നയന റൂമിൽ ചെന്നൊക്കെ കഥവിനൊക്കെ തട്ടിയൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മൾ നയന കരയുകയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി പോയതായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ നവ്യാണെങ്കിലും വന്ന് റൂം മൊത്തം ഇങ്ങനെ സെർച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്, എന്താ സംഭവം എന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മൾ ആദർശമാണെങ്കിൽ അവിടെ ഇങ്ങനെ മറിഞ്ഞൊക്കെ നിൽപ്പുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മളെ നവീൻ വക്കീലിനെയും അനിയാണ്. അപ്പോൾ നവീനാണെങ്കിൽ എന്തായാലും നന്ദുവിനെ കല്യാണം കഴിച്ചേ അടങ്ങത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് നമ്മൾ അനിയുടെ പിറക്കെ നടന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ അനിയാണെങ്കിൽ ആഹ പെട്ടിരിക്കുക കേട്ടോ. നവീൻ്റെ അടുത്ത് എന്തോ പറയുമെന്നറിയാൻ വയ്യാതെയൊക്കെ നമ്മൾ അനിയാണെങ്കിൽ ആഹ പെട്ടിരിക്കുക. പിന്നെ അനിയാണെങ്കിൽ നന്ദുവിനെ കാണാൻ വന്നിട്ട് നന്ദുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്തോ ഇനി നവീനെക്കുറിച്ച് എന്തോ പറയും, നവീനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ നന്ദുവിനാണെങ്കിൽ നല്ല അഭിപ്രായം കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ നന്ദു ആണെങ്കിൽ നവീനെക്കുറിച്ച് നല്ലതൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴാണെങ്കിൽ നമ്മൾ എനിക്കാണെങ്കിൽ ആകെ വിഷമമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.